ഇവിടെ ഞാനിപ്പോ സംസാരിക്കാൻ പോകുന്നില്ല. കുറച്ചു പേരെ സംസാരിക്കാൻ ക്ഷണിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇവിടെ നിൽക്കുന്നത്. 146 രാജ്യങ്ങളിലായിട്ട് ലക്ഷോപലക്ഷം ആൾക്കാര് ഈ ആർട്ട് ഓഫ് ലിവിംഗ് കോഴ്സുകൾ ചെയ്തിട്ടുണ്ട്. ഇന്നിപ്പോ പല രാജ്യങ്ങളിൽ നിന്നുള്ള പ്രതിനിധികൾ ഇവിടെ ഗുരുജിയുടെ കൂടെ ഇവിടെ എത്തിയിട്ടുണ്ട്. ജോർദൻ, ഇറാൻ, യുണൈറ്റഡ് സ്റ്റേറ്റ്സ് ഓഫ് അമേരിക്ക, ജപ്പാൻ, ഗ്രീസ്, കൊറിയ, മറ്റു യൂറോപ്യൻ രാജ്യങ്ങളിൽ നിന്നുള്ള പ്രതിനിധികൾ ഇവിടെ എത്തിയിട്ടുണ്ട്. ആദ്യമായി നമുക്ക് അവരെയെല്ലാം സ്വാഗതം ചെയ്യാം. We welcome you all for this Anandotsav. ഈ ആർട്ട് ഓഫ് ലിവിംഗ് കോഴ്സുകളിലൂടെ ലക്ഷോപലക്ഷം ആൾക്കാർക്ക് പല പല അസുഖങ്ങൾ അവരുടെ മാറിയിട്ടുണ്ട്. ശാരീരികമായിട്ടും മാനസികവുമായിട്ടും വളരെയധികം ഊർജവും തെളിമയും ഒക്കെ കിട്ടിയിട്ടുണ്ട്. ലോകത്തെല്ലായിടത്തും നടക്കുന്നതാണത്. ധാരാളം ഗവേഷണങ്ങളും ഇതുമായിട്ട് ബന്ധപ്പെട്ട് നടക്കുന്നുണ്ട്. ഈ സുദർശനക്രിയയുടെ ഫലങ്ങൾ അതെങ്ങനെ ശരീരത്തിലും മനസ്സിലുമൊക്കെ പ്രവർത്തിക്കുന്നു എന്നുള്ളതിനെ കുറിച്ച് ധാരാളം ഗവേഷണങ്ങൾ ഇന്ത്യയിലും വിദേശത്തും ഒക്കെ നടക്കുന്നുണ്ട്. അപ്പൊ അങ്ങനെ കുറച്ച് 2-3 പേരുടെ അനുഭവങ്ങൾ കേൾക്കുന്നത് വളരെ നന്നായിരിക്കും. അപ്പൊ അതിനായിക്കൊണ്ട് ഞാൻ ആദ്യമായിട്ട് ന്യൂസിലാൻഡിൽ നിന്നുള്ള സിമിൻ വില്യംസിനെ ക്ഷണിക്കുകയാണ്. അവര് ശരിക്കും ഇറാനിൽ നിന്നാണ്, ഇറാനിൽ ജനിച്ചു വളർന്നതാണ്. ഇപ്പോ ആർട്ട് ഓഫ് ലിവിംഗിന്റെ ന്യൂസിലൻഡ് സെന്ററിന്റെ പ്രധാന പ്രവർത്തകയാണ്. ആർട്ട് ഓഫ് ലിവിംഗിന്റെ ഒരു ടീച്ചറും കൂടിയാണ്. May I invite Simin Williams from New Zealand to share a few words with us. Jai Gurudev. Salam alaikum. Alaikum salam. It's a privilege to be with you here tonight. I just want to share with you that doing Art of Living course goes very well to being with a Muslim. I'm a Muslim from Iran, and I felt after doing the Art of Living course, I understood Islam better. നിങ്ങളെയൊക്കെ കാണാൻ കഴിയുന്നതിൽ എനിക്ക് വളരെയധികം സന്തോഷമുണ്ട്. ഞാൻ ഒരു മുസ്ലിമാണ്, ഇറാനിൽ നിന്നാണ്. Islam means surrender to the divine, and that is what Guruji is teaching us. ഇസ്ലാം എന്ന് പറഞ്ഞാൽ സമർപ്പണമാണ്, ദിവ്യത്വത്തിനോട് സമർപ്പണം ചെയ്യുക. അതാണ് ഗുരുജി നമ്മളെ പഠിപ്പിക്കുന്നത്. Also, I want to share with you that doing the Art of Living course is the best gift you give to your children and your family. ഒരു കാര്യം ഞാൻ പറയട്ടെ, ഈ ആർട്ട് ഓഫ് ലിവിംഗ് കോഴ്സാണ് നിങ്ങൾക്ക് നിങ്ങളുടെ കുടുംബത്തിനും നിങ്ങളുടെ കുട്ടികൾക്കും ഒക്കെ കൊടുക്കാൻ പറ്റുന്ന ഏറ്റവും വലിയൊരു സമ്മാനം. Because when we are stressed, when we are tired, we are going to dump our stresses on our family or on our children. So when we look after ourselves, our family benefits. എന്താണ് കാരണം? നമ്മൾക്ക് പിരിമുറുക്കങ്ങൾ ഉള്ളപ്പോ, സ്ട്രെസ് ഉള്ളപ്പോ അത് ആദ്യം ബാധിക്കുന്നത്, നമ്മളുടെ പിരിമുറുക്കങ്ങൾ ആദ്യം ബാധിക്കുന്നത് നമ്മളുടെ കുട്ടികളെയാണ്, നമ്മളുടെ കുടുംബത്തെയാണ്. അപ്പൊ ഈ ആർട്ട് ഓഫ് ലിവിംഗ് കോഴ്സുകളിലൂടെ നമ്മൾ നമ്മളുടെ പിരിമുറുക്കങ്ങളെ ഇല്ലാതാക്കുന്നു. അത് കുട്ടികൾക്കും കുടുംബത്തിനും ഏറ്റവും നല്ലത് ചെയ്യുന്നു. Doing Art of Living course didn't make me a Hindu. If you do Art of Living course, you will become even better Muslims. ആർട്ട് ഓഫ് ലിവിംഗ് കോഴ്സ് എന്നെ ഒരു മുസ്ലിമായ, എന്നെ ഒരു ഹിന്ദു ആക്കിയില്ല, മാത്രമല്ല എന്നെ കൂടുതൽ നല്ലൊരു മുസ്ലിം ആക്കുകയാണ് ചെയ്തത്. I love you all. Jai Gurudev. എനിക്ക് നിങ്ങളെയൊക്കെ വളരെ സ്നേഹമുണ്ട്. ജയ് ഗുരുദേവ്. ആർട്ട് ഓഫ് ലിവിംഗ് ഇന്ന്
ജപ്പാനിൽ വളരെയധികം ധാരാളം കോഴ്സുകൾ ജപ്പാനിൽ നടക്കുന്നുണ്ട്. ടോക്കിയോയിലും ക്യോത്തോയിലും കോബയിലും ഒക്കെ ആയിട്ട് വളരെ വലിയൊരു ടീം തന്നെ വന്നിട്ടുണ്ട് ജപ്പാനിൽ നിന്ന്. അതിന്റെ ലീഡറായിട്ടുള്ള മിവാസാനെ ഞാൻ ഈ 2 വാക്ക് സംസാരിക്കാനായി ക്ഷണിക്കുന്നു. May I invite Miwa-san from Japan to share a few words. Jai Gurudev. I am Miwa from Japan. I am Art of Living teacher in Japan. As you know, Japan is very high technology developed country. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, ജപ്പാൻ സാങ്കേതികമായി വളരെയധികം വികസിച്ച ഒരു രാഷ്ട്രമാണ്. We have everything in our life. We have very nice education and developed country. നിങ്ങൾക്ക് എല്ലാം ഉണ്ട്, നല്ല വിദ്യാഭ്യാസം, അതേപോലെ രാജ്യം വളരെയധികം പുരോഗമിച്ചിരിക്കുകയാണ്. But at the same time, people are very depressed and pressure. People have pressure and stress in their life, especially young people. ഇതൊക്കെ ഉണ്ടെങ്കിലും ജനങ്ങൾക്ക് പിരിമുറുക്കം വളരെ കൂടുതലാണ്, പ്രത്യേകിച്ച് ചെറുപ്പക്കാരിൽ. I was also the case. I have a depression, and after doing the course, I felt so much peace in my life, in our heart. ഇത് എന്റെയും അനുഭവമാണ്. എനിക്ക് ഈ കോഴ്സിലേക്ക് വരുന്നതിന് മുമ്പ് ഡിപ്രഷൻ ഉണ്ടായിരുന്നു, പിരിമുറുക്കം ഉണ്ടായിരുന്നു. എന്നാൽ ഈ കോഴ്സിന് ശേഷം എനിക്ക് വളരെയധികം മനസ്സിന് ശാന്തി ലഭിച്ചു. And that is the thing what I was looking for. ഇതായിരുന്നു ഞാൻ കാത്തിരുന്നത്. I am very fortunate to share this Guruji's knowledge and love in Japan. ഗുരുജിയുടെ ഈ സ്നേഹത്തിന്റെ ഈ സന്ദേശം, ഈ ജ്ഞാനം ജപ്പാനിൽ എനിക്ക് പ്രചരിപ്പിക്കാൻ കഴിയുന്നതിൽ എനിക്ക് വളരെയധികം സന്തോഷമുണ്ട്. There are 13 of us from Japan to do the advanced course in Bangalore ashram. ഞങ്ങള് ജപ്പാനിൽ നിന്ന് 13 പേര് ഇപ്പോൾ വന്നിട്ടുള്ളത് ബാംഗ്ലൂർ ആശ്രമത്തിൽ അഡ്വാൻസ് കോഴ്സ് ചെയ്യാനായിരുന്നു. ജയ് ഗുരുദേവ്. ജയ് ഗുരുദേവ്. എനിക്കറിയാം ഇവിടെ ധാരാളം, ഇവിടെ നേരത്തെ സുദർശനക്കരയ്ക്ക് ശേഷം ചോദിക്കുകയുണ്ടായി എത്ര പേർക്ക് ഹീലിംഗ് എക്സ്പീരിയൻസുകൾ ഉണ്ടായിട്ടുണ്ടെന്ന്. ധാരാളം പേര്, ആയിരക്കണക്കിന് ആൾക്കാർ കൈകൾ ഉയർത്തുകയുണ്ടായി. ഇപ്പോൾ ധാരാളം പേർക്ക് ഇത് പങ്കുവെക്കണമെന്ന് ഉണ്ട്. പക്ഷെ ഇപ്പൊ സമയമില്ലാത്ത കാരണം ഗുരുജി അവിടെ നിന്ന് പുറപ്പെട്ടു കഴിഞ്ഞു. അപ്പോൾ ഒരാളുടെയും കൂടിയും അനുഭവം കേൾക്കാം. ഈ വിളിക്കുന്നൊരു വ്യക്തി വളരെ ഒരു പ്രത്യേകതയുണ്ട്. അദ്ദേഹത്തിന്റെ പേര് റഷീദ്. അദ്ദേഹം ഈ ആർട്ട് ഓഫ് ലിവിംഗ് കോഴ്സിലേക്ക് വരുന്നതിന് മുമ്പ് 12 വർഷക്കാലം കാശ്മീരില് തീവ്രവാദ പ്രവർത്തനവുമായിട്ട് ബന്ധപ്പെട്ട് വളരെ അതിന്റെ ചുക്കാൻ പിടിച്ചിരുന്ന ഒരു വ്യക്തിയാണ്. എന്നാൽ നിയോഗമെന്ന് പറയട്ടെ, ആർട്ട് ഓഫ് ലിവിംഗ് കോഴ്സ് ചെയ്യാനും ഗുരുജിയെ കാണാനും ആ സ്നേഹം അനുഭവിക്കാനും അദ്ദേഹത്തിന് ഭാഗ്യമുണ്ടായി. അതിനുശേഷം അദ്ദേഹം പൂർണ്ണമായും മുഖ്യധാരയിലേക്ക് വന്നു എന്ന് മാത്രമല്ല, ധാരാളം പേരെ ഇതിലേക്ക് കൊണ്ടുവരാനായിട്ട് കഴിഞ്ഞു. റഷീദ് ഫ്രം ജമ്മു കാശ്മീർ. जय गुरुदेव. खाना नहीं खाया इन लोगों ने. നിങ്ങൾ ഭക്ഷണം കഴിച്ചിട്ടില്ല, നിങ്ങളുടെ ശബ്ദം ഒട്ടും പോരാ. जय गुरुदेव. अभी भैया बोल रहे थे कि मैं 10-15 साल से मिलिटेंट था, फ्रीडम फाइटर. समझते हो ना आप लोग? നിങ്ങൾക്ക് മനസ്സിലായില്ലോ നേരത്തെ ഇവിടെ പറഞ്ഞത് 12 വർഷക്കാലം ഞാൻ എന്തായിരുന്നു എന്ന്. उसके बाद वहाँ आर्ट ऑफ लिविंग का कोर्स शुरू हो गया. वहाँ संजय भैया कोर्स करा रहे थे. അവിടെ സഞ്ജയ് എന്നുള്ള ആർട്ട് ഓഫ് ലിവിംഗ് ടീച്ചർ അവിടെ വരാനിടയായി. അദ്ദേഹത്തിനെ കാണാൻ ഇട വന്നു. ആർട്ട് ഓഫ് ലിവിംഗിന്റെ കോഴ്സ്. मेरा एक दोस्त कोर्स करके जब जम्मू में कोर्स हो गई, वहाँ से वापस आ गया और मेरे को बोला कि ऐसे कोर्स हो रहा है, आप आओ. पहले तो मैंने माना नहीं. ഞാൻ ഈ കോഴ്സിനെ കുറിച്ച് ആദ്യം അറിഞ്ഞപ്പോൾ, ജമ്മുവിൽ ഈ കോഴ്സ് നടക്കുന്നതിന് അറിഞ്ഞപ്പോൾ ആദ്യം എനിക്കിതിൽ ചേരാനായിട്ട് താല്പര്യം തോന്നിയില്ല. उसके बाद जब मैंने वो कोर्स किया, बहुत मुश्किल से मनवाया उसने मेरे को. तो जब मैंने वो कोर्स किया, उसके बाद 13 साल के बाद मैं घर गया हूँ. 13 साल तक मैं घर भी नहीं गया था. ഈ കോഴ്സ് ചെയ്തതിന് ശേഷമാണ് ഞാൻ 13 വർഷമായിട്ട് ഞാൻ എന്റെ വീട്ടിലേക്ക് പോയിട്ടുണ്ടായിരുന്നില്ല. ഈ കോഴ്സിന് ശേഷമാണ് ഞാൻ ആദ്യമായിട്ട് എന്റെ സ്വന്തം വീട്ടിലേക്ക് തിരിച്ചു പോയത്.
उसके बाद गुरुजी ने कश्मीर तशरीफ लाए. गुरुजी से मुलाकात वहां होगी कश्मीर में. അതിനുശേഷമാണ് ഗുരുജി ജമ്മു കാശ്മീർ സന്ദർശിച്ചത്. അവിടെയാണ് ഞാൻ ആദ്യമായിട്ട് ഗുരുജിയെ കണ്ടത്. अभी बहुत लोग कोर्स कर रहे हैं, यहाँ भी आ रहे हैं. बेंगलोर में पिछले साल भी 5-6 लड़के आए थे. अभी कोर्स चल रहा है. 300-400 लड़के अभी तैयार हो गए हैं. അവിടെ ഇതിനു മുമ്പ് ബാംഗ്ലൂർക്ക് വന്നിട്ടുണ്ടായിരുന്നു കുറച്ചു പേര്. ഇപ്പോ തന്നെ അവിടെ 300-400 പേര് കോഴ്സ് ചെയ്ത് കഴിഞ്ഞു. ഇതുമായിട്ട് ബന്ധപ്പെട്ട് പ്രവർത്തിച്ചിരുന്ന ആൾക്കാർ. आप लोग बहुत खुशकिस्मत हो कि गुरुजी यहाँ ऐसे आप लोगों के लिए मिलने के लिए आते हैं. हमारे कश्मीर में भी रोज रोज आते तो हम भी बहुत इच्छा करते हैं. ये बहुत खुशकिस्मत लोग हैं कि गुरुजी यहाँ ही रहते हैं. कश्मीर भी आते तो अच्छा ही रहता. നിങ്ങളുടെയൊക്കെ ഭാഗ്യമാണ് ഗുരുജി ഇപ്പോൾ ഇവിടെ നിങ്ങളെ കാണാനായിട്ട് വരുന്നു. ഇതേപോലെ കശ്മീർക്കും ഗുരുജി വരണം. ജയ് ഗുരുദേവ്. ജയ് ഗുരുദേവ്.